നാരായണ 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 രാമ 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 ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലാന്വയ രത്നദീപം ആജാനുബാഹും അരവിന്ദദളായതാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. വിശുദ്ധം പരം സച്ചിദാനന്ദരൂപം ഗുണാധാരമാധാരഹീനം വരേണ്യം മഹാന്തം വിഭാന്തം ഗുഹാന്തം ഗുണാന്തം സുഖാന്തം സ്വയം ധാമ രാമം പ്രപദ്യേ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ലോകാഭിരാമം രണരംഗധീരം രാജീവനേത്രം രഘുവംശനാഥം കാരുണ്യരൂപം കരുണാകരം തം ശ്രീരാമചന്ദ്രം ശരണം പ്രപദ്യേ. ശ്രീരാമചന്ദ്രം ശരണം പ്രപദ്യേ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം.
ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും സാദര നമസ്കാരം. രാമായണ അമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാമായണ അമൃതത്തിൽ ഇന്ന് 30-ാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അതിശ്രേഷ്ഠമായ രാമായണം യുദ്ധകാണ്ഡത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ സുദിനത്തില് നമ്മൾ വിഭീഷണൻ ശ്രീരാമ സന്നിധിയിലെത്തിയിട്ട് ശരണം പ്രാപിക്കുന്ന രംഗവും ആദിമധ്യാന്തവിഹീനനും പരിപൂർണനും ആധാരഭൂതനും പ്രപഞ്ചത്തിന് ഈശ്വരനുമായ ശ്രീരാമചന്ദ്രസ്വാമിയെ ആശ്രയിക്കാൻ സാധിച്ചതാണ് ജന്മാന്തര സുഹൃതം. ഏതോ ജന്മസുഹൃതം കൊണ്ടാണ് എനിക്ക് ശ്രീരാമചന്ദ്രസ്വാമിയെ സർവാത്മനെ ആശ്രയിക്കാൻ സാധിച്ചത് എന്നുള്ള സന്തോഷത്തോടുകൂടി രാമഭക്തനായ വിഭീഷണൻ ശ്രീരാമനെ ആശ്രയിക്കുകയും ശ്രീരാമൻ തന്നെ ശരണം പ്രാപിക്കുന്നവരെ ഞാൻ ഒരിക്കലും കൈവെടിയുകയില്ല, അങ്ങനെ തന്നെ, അതായത് ശ്രീരാമചന്ദ്രസ്വാമിയെ സർവാത്മന ആശ്രയിക്കുന്ന അവർക്ക് സംസാര ദുഃഖവും വന്നുകൂടാ നൂനമെന്നുമറിക നീ. എല്ലാവരും കേൾക്കെ പറയുകയാണ്, അങ്ങനെയുള്ളവർക്ക് സംസാര ദുഃഖം ഉണ്ടാവില്ല. രാമനെ തന്നെ ആശ്രയിക്കുകയാണ് വേണ്ടത്. രാമം ശരണം ഗച്ഛാമി, രാമനെ ശരണം പ്രാപിച്ചുകൊണ്ട് ഞാൻ ഗമിക്കുന്നു എന്നുള്ള ഭാവത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു രംഗം. ഈ സമയത്താണ് വിഭീഷണനും പുറപ്പെട്ടു. അടുത്തൊരു സഹോദരനാണ് ആര്? കുംഭകർണൻ. എല്ലാവർക്കും അറിയാം കുംഭകർണന്റെ വിശേഷങ്ങള്. കുംഭകർണൻ ആരാണ്? ഭരണാധികാരി, രാജാവ് ആയിട്ടുള്ള ലങ്കേശ്വരനായ രാവണന്റെ സഹോദരനാണ്. പക്ഷെ ഈ ഹനുമാൻ സ്വാമി ചെല്ലുന്ന സമയത്തും സീതയെ കണ്ടെത്തി കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്ന സമയത്തും വിഭീഷണൻ ഓടിപ്പോകുന്ന സമയത്തൊന്നും കുംഭകർണൻ ഉണ്ടായിരുന്നില്ല. കാരണം 6 മാസം ഉറക്കവും 6 മാസം ഉണർന്നിരിക്കലുമാണ് ഇദ്ദേഹത്തിന്റെ വരം. അപ്പോ ഉറക്കക്കാലമായിരുന്നു ഈ സമയമൊക്കെ. ഉണർത്താൻ വളരെ പണിയാണ്. കഷ്ടപ്പെട്ട് പെരുമ്പറകൾ മുഴക്കി അനേകായിരങ്ങളുടെ വാദ്യഘോഷങ്ങളും വെടിക്കെട്ടുകളും കൊണ്ട് ചെവിയുടെ മുകളിൽ കയറി നിന്ന് നൃത്തം വെച്ചിട്ടും ബഹളം വെച്ചിട്ടും ചെവിക്ക് അരികിൽ വന്നിട്ട് ചെണ്ട കൊട്ടിയിട്ടും വെടിക്കെട്ട് ബോംബ് പൊട്ടിച്ചിട്ടും ഒക്കെയാണെന്ന് പറയുന്നത് പോലെയാണ് പറഞ്ഞത്. ഉണർത്താൻ ഒരുപാട് പണിപ്പെട്ടു. അങ്ങനെ ഉണർത്താൻ പറ്റി. എന്തുകൊണ്ടാണ്? കൂർക്കം വലിച്ചുറങ്ങുന്നവരെ ഉണർത്താൻ പറ്റും, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ വിഷമാണ്. അങ്ങനെ കഷ്ടപ്പെട്ടു ഉണർത്തി രാവണന്റെ മുന്നിലെത്തിച്ചു. യുദ്ധത്തിന്റെ സ്ഥിതിഗതികളും മറ്റു വിവരങ്ങളും രാവണൻ കുംഭകർണന് പറഞ്ഞു കൊടുക്കുന്നു. ശത്രുക്കളെ കൊന്ന് രക്ഷിക്കാൻ ആരുമില്ല, നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് കുംഭകർണനോട് പറയുന്നു. ഈ സമയത്ത് കുംഭകർണൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. കാരണം
ശ്രീരാമൻ സാധാരണക്കാരനല്ല, അധികം കളിക്കരുത് എന്നൊക്കെ പറയുന്ന രംഗം, നല്ലതും ചീത്തയും തിരിച്ചറിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കാര്യത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് കുംഭകർണൻ അത്യധികം വിശേഷ ബുദ്ധിയോടുകൂടിയിട്ട് പറയുന്നത്. ഈ കുംഭകർണൻ രാവണന് ഉപദേശിക്കുന്ന നീതിവാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാനുള്ളതാണ്. വെറുതെ അല്ല രാമായണം പഠിക്കണമെന്ന് പറഞ്ഞത്. എന്തിനു വേണ്ടിയിട്ടാണ് രാമായണം പഠിക്കുന്നത്? രാമായണത്തിലെ സന്ദേശം നമ്മൾ ഉൾക്കൊള്ളുക കൂടിയാവണം. വെറുതെ ഒരു കഥകൾക്കലാവരുത്. രാമായണത്തിന്റെ ഉള്ളിലുള്ള, രാമകഥയ്ക്കുള്ളിലുള്ള ആ കഥയെ, ആ തത്വത്തെ നമുക്ക് ജീവിതത്തിൽ ആക്കാൻ ചെറിയ ശതമാനമെങ്കിലും സാധിക്കാൻ രാമായണത്തിലൂടെ ചിന്തിക്കുകയാണ് വേണ്ടത്. ഇവിടെ അധ്യാത്മഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കുംഭകർണൻ പറഞ്ഞു, ഭരണാധികാരി രാജാവ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അദ്ദേഹം മൂഢരായിട്ടുള്ള മന്ത്രിമാര് പറയുന്ന വാക്കുകൾ കേട്ടാൽ അവരുടെ ആയുസ്സും നഷ്ടപ്പെടും, ഈശ്വരാനുഗ്രഹം നഷ്ടപ്പെടും, നാളും നശിക്കും, അവരുടെ ജീവിതം തന്നെ നാശത്തിലേക്ക് എത്തും, ഇന്നല്ലെങ്കിൽ നാളെ. ഈ ഉപദേശകന്മാരെപ്പോഴും രാജാവിനെ നല്ല രീതിയിൽ, ഭരണാധികാരിയെ നല്ല രീതിയിൽ എത്തിക്കാനും ഈശ്വര അനുഗ്രഹം ഉണ്ടാക്കുവാനും ജനങ്ങൾക്കൊക്കെ നന്മയുണ്ടാക്കുവാനും ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം ഉപദേശകന്മാര് ഉപദേഷ്ടാക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ ഭരണാധികാരിയെ ഉപദേശിക്കുന്നവര് തനിക്ക് തന്റെ കാര്യം നടക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അനാവശ്യമായിട്ടുള്ള പ്രോത്സാഹനങ്ങളും പൊടിപ്പും തൊങ്ങലൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുകയല്ല വേണ്ടത് എന്ന് കുംഭകർണൻ ഇവിടെ ഉപദേശിക്കുന്നതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ജ്യേഷ്ഠനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. നാദഭേദം കേട്ട്, നല്ല പാട്ട് കേട്ടിട്ട് അതിൽ മോഹിച്ചിട്ടാണ് മാൻകൂട്ടങ്ങൾ എന്ത് ചെയ്യുന്നത്? ഈ വല വിരിച്ച വേടന്റെ വലയിൽ വന്ന് വീഴുന്നത്. അഗ്നിയെ കണ്ട് മോഹിച്ച്, അതിന്റെ തിളക്കം കണ്ട് മോഹിച്ചിട്ടാണ് നമ്മുടെ പാറ്റകള്, ഈയാമ്പാറ്റകള്, ശലഭങ്ങളൊക്കെ അഗ്നിയിൽ വീണ് മരിക്കുന്നത്. നാക്കിനെ രസത്തെ ആസ്വദിക്കാൻ, നാക്കിന്റെ രസത്തെ ആസ്വദിക്കാൻ കൊതിച്ചിട്ടാണ്, ആ തൃഷ്ണ നിയന്ത്രിക്കാൻ ശേഷിയില്ലാതെ വരുന്ന സമയത്താണ് മത്സ്യങ്ങൾ എന്ത് ചെയ്യുന്നു എന്നറിയോ? ആ ചൂണ്ടയിൽ കോർത്തിരിക്കുന്ന ചെറിയ മീനിനെ കണ്ടിട്ട്, ഇരയെ കണ്ടിട്ട് അതിൽ കയറി ഇങ്ങോട്ട് പിടിക്കുന്നത്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? തൊണ്ടയില് ചൂണ്ട കുടുങ്ങിയിട്ട് സ്വയം നശിക്കാൻ ഇടവരുന്നത്. ഇന്ദ്രിയങ്ങൾക്ക് വശനായിരിപ്പവൻ എന്നും, ഇന്ദ്രിയങ്ങൾക്ക് വശനമ്പതനായിരിക്കുന്നവന് എന്നും ആപത്തൊഴിഞ്ഞില്ലെന്നു നിർണയം തുടങ്ങിയിട്ടുള്ള പലതരം ഉപദേശങ്ങൾ ഉപദേശിച്ചു കൊടുത്തു കുംഭകർണൻ. ഒടുവിൽ തുറന്നു പറഞ്ഞു, മായാ മനുഷ്യവേഷം പൂണ്ട രാമനെ കായേന വാചാ മനസാ ഭജിക്ക നീ. ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘൂത്തമൻ, ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവിടോ, ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായിനി. ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം. മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചുകൊള്ളുക ആനന്ദമൂർത്തിയേ എന്നിങ്ങനെ ഉപദേശങ്ങൾ ചുരുക്കിയാണ്. ആനന്ദമൂർത്തിയായിട്ടുള്ള ആ ശ്രീരാമേന്ദ്രസ്വാമിയെ നീയും ഭജിക്കൂ എന്ന് സ്നേഹത്തോടുകൂടി മനസ്സറിഞ്ഞുകൊണ്ട് കുംഭകർണൻ ഉദാഹരണ സഹിതം പറഞ്ഞു കൊടുക്കുന്ന കുംഭകർണന്റെ നീതിവാക്യം
ഇത്രയും കേട്ട് ക്രോധാകാരനായ രാവണൻ പറഞ്ഞു, രാമാദികളെ വധിച്ചു വരിക. പറഞ്ഞത് കേട്ടാ മതി. ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞപ്പോഴ് കുംഭകർണൻ പുറപ്പെട്ടു. രാമാദികളോട് യുദ്ധം ചെയ്ത് ഒടുവിൽ മരണം വരിക്കുകയാണ് ഏറ്റവും നല്ലതെന്ന് തോന്നി. അങ്ങനെ തയ്യാറാകും. കുംഭകർണൻ മരണം വരിക്കാൻ തയ്യാറാകുന്നു. ഉപദേശിച്ചിട്ട് കാര്യമില്ല തോന്നി. കാരണം ഒന്നുകിൽ ശത്രുക്കളോട് യുദ്ധം ചെയ്ത്, അതായത് യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ കിടന്നുറങ്ങുക. താൻ ഏതാണ് വേണ്ടത് സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ആ അലർച്ച കേട്ടപ്പോൾ കുംഭകർണന് വേറെ രക്ഷയുണ്ടായിരുന്നില്ല. യുദ്ധത്തിന് പുറപ്പെട്ടു. എന്തുകൊണ്ടാണ്? യുദ്ധത്തിൽ വെച്ച് മരിച്ചാൽ വീരമൃത്യു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് രാമന്റെ കൈകൊണ്ടായാൽ മഹാഭാഗ്യമെന്ന് വിചാരിച്ച് യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. ആ കുംഭകർണൻ അതിഗംഭീരമായിട്ട് യുദ്ധം ചെയ്യുകയും ഒടുവില് മരണം വരികയും ചെയ്യുന്ന കുംഭകർണ വധം തുടങ്ങിയിട്ടുള്ള കഥാഭാഗങ്ങളാണ് നാം ഈ ഒരു സുദിനത്തില് പാരായണം ചെയ്ത് അനുസ്മരിക്കുന്നത്. രാമായണത്തിന്റെ അവസാന ഭാഗത്തിലേക്ക്, യുദ്ധകാണ്ഡത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് ഈ കുംഭകർണ വധത്തോടു കൂടി നമ്മൾ കടക്കുകയാണ്. നമുക്ക് കുംഭകർണന്റെ ഏതാനും വാക്യങ്ങൾ അനുസ്മരിക്കാം. മൂഢരാം മന്ത്രികൾ ചൊല്ലു കേട്ടിടുകിൽ നാടുമായുസ്സും കുലവും നശിച്ചുപോം. നാദഭേദം കെട്ടു മോഹിച്ചു ചെന്നു ചേർന്നാധിമുഴുത്തു മരിക്കും മൃഗകുലം. അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നരായ അഗ്നിയിൽ വീണു മരിക്കുന്നു. മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു ചെന്ന് അത്തൽപ്പെടുന്നു ബളിശം ഗ്രസിക്കയാൽ. ആഗ്രഹമൊന്നിങ്കലേറിയാൽ ആപത്തു പോക്കുവാൻ ആവതല്ലാതെ വണ്ണം വരും. നമ്മുടെ വംശത്തിനും നല്ല നാട്ടിനും ഉന്മൂലനാശം വരുത്തുവാനായല്ലോ. ജാനകി തന്നിലൊരാശയുണ്ടായതും ഞാനറിഞ്ഞേനതു രാത്രിഞ്ചരാധിപ. ഇന്ദ്രിയങ്ങൾക്കു വശനായിരിപ്പവനെന്നും ആപത്തൊഴിഞ്ഞില്ലെന്നു നിർണയം. ഇന്ദ്രിയഗ്രാമം ജയിക്കുന്നവനൊന്നുകൊണ്ടും വരാ നൂനം ആപത്തുകൾ. മാനുഷനല്ല രാമൻ പുരുഷോത്തമൻ. നാനാ ജഗന്മയൻ നാരായണൻ പരൻ. സീതയാകുന്നതു യോഗമായ ദേവി ചേതസി നീ ധരിച്ചിടുകെന്നിങ്ങനെ. നിന്നോടു തന്നെ പറഞ്ഞു തന്നീലയോ മന്നവ മുന്നമേ എന്തതോരാഞ്ഞതും. രാവണ പീഡിതന്മാരായി ചമഞ്ഞൊരു ദേവകളും മുനിമാരും ഒരുമിച്ചു ദേവദേവേശനം വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ചു സങ്കടമൊക്കവേ. ത്രൈലോക്യകണ്ഠകനാകിയ രാവണൻ പൗലസ്ത്യപുത്രൻ അതീവ ദുഷ്ടൻ ഖലൻ. ഞങ്ങളെയെല്ലാം ഉപദ്രവിച്ചിടുന്നിതെങ്ങുമിരിക്കരുതാതെ ചമഞ്ഞത്. മർത്യനാലെന്നിയെ മൃത്യുവില്ലെന്നതു മുക്തം.
വിരിഞ്ചനാൽ മുന്നമേ കൽപ്പിതം മർത്യനായി തന്നെ പിറന്നു ഭവാനിനി സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ. യുദ്ധമുണർത്തിച്ച നേരം മുകുന്ദനും ചിത്തകാരുണ്യം കലർന്ന് അരുളി ചെയ്തു, പൃഥ്വിയിൽ ഞാൻ അയോധ്യായാം ദശരഥപുത്രനായി വന്ന് പിറന്നിനി സത്വരം നക്തഞ്ചരാധിപൻ തന്നെയും നിഗ്രഹിച്ച് അത്തൽ തീർത്തിയിടുവനി ത്രിലോകത്തിങ്കൽ. സത്യസങ്കൽപ്പനാമീശ്വരൻ തന്നെ ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെയെല്ലാം ഒടുക്കുവനിനി മംഗലം വന്നുകൂടും ജഗത്തിങ്കലും. മായാ മനുഷ്യവേഷം പൂണ്ട രാമനെ കായേന വാചാ ഭജിക്ക മനസാ ഭജിക്ക നീ. കായേന വാചാ മനസാ ഭജിക്ക നീ. ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘൂത്തമൻ, ഭക്തിയല്ലോ മഹാ ജ്ഞാനമാതാവെടോ. ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായിനി. ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം. സംഖ്യയില്ലാതെ മൂളം ഉണ്ടവതാരങ്ങൾ പങ്കജനേത്രനാം വിഷ്ണുവിനെങ്കിലും. സംഖ്യാവതാം മതം ചൊല്ലുവൻ നിന്നുടെ ശങ്കയെല്ലാം അകലെ കളഞ്ഞിടുവാൻ. രാമാവതാര സമം അല്ലതൊന്നുമേ നാമജപത്തിനാലേ വരും മോക്ഷവും. ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മാനുഷാകാരനാം രാമനാകുന്നതും താരകബ്രഹ്മമെന്നത്രേ ചൊല്ലുന്നതും. ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. രാമനെ തന്നെ ഭജിച്ചു വിദ്വജ്ജനമാമയം നൽകുന്ന സംസാരസാഗരം ലംഘിച്ചു രാമപദത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തുകൊള്ളുന്നിതു സന്തതം. ബുദ്ധതത്വന്മാർ നിരന്തരം രാമനെ ചിത്താംബുജത്തിങ്കൽ നിത്യവും ധ്യാനിച്ചു. തച്ചരിത്രങ്ങളും ചൊല്ലി നാമങ്ങളും ഉച്ചരിച്ച് ആത്മാനമാത്മനാ കണ്ട് അച്യുതനോടു സായുജ്യവും പ്രാപിച്ചു. നിശ്ചലാനന്ദേ ലയിക്കുന്നിതന്വകം. മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചുകൊള്ളുക ആനന്ദമൂർത്തിയേ. സോദരനേവം പറഞ്ഞതു കേട്ടതി ക്രോധം മുഴുത്ത ദശാസ്യനും ചൊല്ലിനാൻ, ജ്ഞാനോപദേശമെനിക്കു ചെയ്യുവാനല്ല, ഞാനിന്നുണർത്തി വരുത്തി യഥാസുഖം നിദ്രയെ സേവിച്ചുകൊള്ളുക. നിദ്രയെ സേവിച്ചുകൊള്ളുക നീ എത്രയും ബുദ്ധിമാനെന്നതും ഇന്നറിഞ്ഞേനകം.
രാമാദികളെ വധിച്ചു വരൂ, അല്ലെങ്കിൽ വീണ്ടും പോയി കിടന്നുറങ്ങൂ എന്ന് ഉഗ്രശാസനായ രാവണൻ ആജ്ഞാപിക്കുന്നു. 1000 ഭാരമുള്ള അതിശക്തമായ ശൂലവുമെടുത്ത് അങ്ങനെ പുറപ്പെടുന്ന രംഗം. രാവണ സോദരൻ കുംഭകർണൻ, എൻ്റെ പൂർവജൻ, എത്രയും ശക്തിമാനും ബുദ്ധിമാനുമായിട്ടുള്ള ദേവകുല അന്തകനായിട്ടുള്ള വശനായിട്ടുള്ള ആ രാമൻ, കുംഭകർണൻ എൻ്റെ സഹോദരനാണ് എന്ന് ഇതാ കുംഭകർണനെ വിഭീഷണൻ പരിചയപ്പെടുത്തുന്ന, രാമന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന രംഗം ഇവിടെ വർണ്ണിക്കുന്നു. ഭ്രാതാ വിഭീഷണൻ ഞാൻ തവ ഭക്തിമാൻ, പ്രീതി പൂണ്ട് എന്നെ അനുഗ്രഹിക്കേണമേ. അങ്ങയുടെ സഹോദരനായ വിഭീഷണനാണ് ഞാൻ. സീതാദേവിയെ ശ്രീരാമന് തിരിച്ചേൽപ്പിക്കണം, കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഏതാനും വാക്യങ്ങൾ പറഞ്ഞത് കേട്ട കുപിതനായ രാവണൻ വാളുമായിട്ട് എന്നെ കൊല്ലാൻ ഭാവിച്ചു. പിന്നാലെ വന്ന സമയത്ത് രക്ഷപ്പെടുകയാണ് ഞാൻ ചെയ്തത്. മന്ത്രിമാരുമായിട്ട് ഇതാ ഞാൻ ശ്രീരാമനെ അഭയം പ്രാപിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് വിഭീഷണനെ തലോടിക്കൊണ്ട് കുംഭകർണൻ പറയുന്ന ആ അതിമനോഹരമായ വാക്കുകള്. ധന്യനല്ലോ ഭവാനില്ല കില്ലേതുമേ, ജീവിച്ചിരിക്ക പലകാലമൂഴിയിൽ, സേവിച്ചുകൊള്ളുക രാമപാദാംബുജം, നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന്നു നീ. നിർമ്മലൻ ഭാഗവതോത്തമൻ എത്രയും, നാരായണപ്രിയൻ എത്രയും നീയെന്നു നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനകം. മായാമയം ഈ പ്രപഞ്ചമെല്ലാം, ഇനി മായാമയം ഈ പ്രപഞ്ചമെല്ലാം ഇനി പോയാലുമെങ്കിൽ നീ രാമപാദാന്തികേ എന്ന് വിഭീഷണനോട് കുംഭകർണൻ പറഞ്ഞപ്പോൾ അഭിവാദ്യം ചെയ്ത് ജ്യേഷ്ഠനെ നമസ്കരിച്ച് രാമ സമീപത്തേക്ക് വിഭീഷണൻ വീണ്ടും എത്തിച്ചേരുന്നു. അതിഗംഭീരമായിട്ടുള്ള ആ യുദ്ധം, കുംഭകർണനുമായിട്ട് ഉള്ള ആ യുദ്ധത്തിന്റെ ഒടുവില് വൃത്രാരി ദൈവതമായി വിളങ്ങിയിടിനോരാസ്ത്രമേതു ഉത്തമാംഗത്തെയും ഖണ്ഡിച്ചു. വൃത്രാരിതാനും തെളിഞ്ഞാൻ അതു നേരം ഉത്തമാംഗം പുരദ്വാരി വീണു മുറിഞ്ഞബ്ധിയിൽ വീണിതു ദേഹവും അന്നേരം. കുംഭകർണവധം ഇവിടെയാണ് നടക്കുന്നത്. ഈ സമയത്ത് കുംഭകർണനെ വധിച്ചതോടുകൂടി നാരദ മഹർഷി വീണ്ടും ഈ സന്ദർഭത്തിലേക്ക്, അതായത് ഈ രംഗത്തിലേക്ക് വരുന്ന രംഗം, നാരദാദി ഋഷീശ്വരന്മാരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ശ്രീരാമചന്ദ്രസ്വാമിയെ സ്തുതിക്കുകയാണ് അതിമനോഹരമായ സ്തോത്രങ്ങൾ കൊണ്ട്. ശ്രീരാമ ദേവദേവേശ ജഗന്നാഥ നാരായണ അഖിലാധാര നമോസ്തുതേ. രാമം
ദശരഥനന്ദനം ഉൽപ്പലശ്യാമളം കോമളം ബാണധനുർധരം പൂർണ്ണചന്ദ്രാനനം കാരുണ്യപീയൂഷ പൂർണ്ണസമുദ്രം മുകുന്ദം സദാശിവം രാമം ജഗദഭിരാമമാത്മാരാമം ആമോദമാർന്നു പുകഴ്ന്നു തുടങ്ങിനാൾ. സീതാപദേ രാമ രാജേന്ദ്ര രാഘവ ശ്രീധര ശ്രീനിധേ ശ്രീപുരുഷോത്തമ ശ്രീരാമദേവ ദേവേശ ജഗന്നാഥ ശ്രീരാമ ദേവദേവേശ ജഗന്നാഥ നാരായണാഖിലാധാര നമോസ്തുതേ. വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടു മായയാ മാനുഷാകാരനായി ശുദ്ധ തത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപമായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായി അവ്യക്തനായി അതിസ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാന്തവാക്യാർത്ഥമായി ചിൽഘനാത്മാവായി ശിവനായി നിരീഹനായി ചക്ഷുരുന്മീലനകാലത്തു സൃഷ്ടിയും ചക്ഷുർനിമീലനം കൊണ്ടു സംഹാരവും രക്ഷയും നാനാവിധാവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷ പ്രകൃതികാലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനേ നമഃ. തൊൽപൂജയും ചെയ്ത് നാമങ്ങൾ ഉച്ചരിച്ച് പ്രപഞ്ചത്തിങ്കൽ ഒക്കെ നിരന്തരം നിൻ ചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ രാജരാജേന്ദ്ര രഘുകുലനായക രാജീവലോചന രാമ രമാപതേ. പാതിയും പോയിതു ഭൂഭാരമിന്നു നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊൽകയാൽ ഭോഗീന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘനിനാഥനെ കൊല്ലും ആയോധനെ. പിന്നെ മറ്റന്നാൾ ദശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രയം രക്ഷിച്ചുകൊള്ളുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു മാനവവീര. ജയിക്ക ജയിക്ക നീ. യുദ്ധം പറഞ്ഞു വണങ്ങി സ്തുതിച്ച് അതിഭക്തിമാനാകിയ നാരദനും തഥാ രാഘവനോട് അനുവാദവും കൈക്കൊണ്ടു വേഗേന പോയി മറഞ്ഞിടിനാൻ. അന്നേരം
നാരദ മഹർഷി വന്ന് ഈ കുംഭകർണ വധം കഴിഞ്ഞ സമയത്ത് അതിശ്രേഷ്ഠമായിട്ട് സ്തുതിക്കുകയും രാമന്റെ മഹത്വം ലോകർക്ക് വേണ്ടി അങ്ങനെ വിശേഷമായിട്ട് വർണ്ണിക്കുകയും ചെയ്ത് അനുഗ്രഹത്തോടുകൂടി തിരിച്ചു പോകുന്ന രംഗം ഇതാ. ഭക്തിമാനായ നാരദൻ യാത്രയായതിനു ശേഷം അനേകം നിശാചരന്മാരെ ശ്രീരാമ സൈന്യം വധിക്കുന്നു. രാക്ഷസ മഹാരഥനായ അധികായനെ വധിക്കുന്നു. ഇന്ദ്രജിത്ത്, രാവണപുത്രനായ ഇന്ദ്രജിത്തുമായിട്ടുള്ള പോരാട്ടം, ബ്രഹ്മാസ്ത്ര പ്രയോഗം തുടങ്ങിയിട്ടുള്ള കഥാഭാഗങ്ങൾ, അതിൽ ഇന്ദ്രജിത്തിന്റെ വിജയം, ഇതൊക്കെയാണ് അടുത്ത സുദിനത്തില് നാം അനുസ്മരിക്കുന്നത്. ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാ സമസ്താഃ സുഖിനോ ഭവന്തു. ചരണനത ജനഭരണ തവ കഥകളിന്നു ഞാൻ ചെറ്റൂപിഴച്ചുര ചെയ്തു പോയെങ്കിലും തവ മനസി സകലമതു കൃപയോടു പൊറുത്തും മാം ത്വൽഭക്തനാകാൻ അനുഗ്രഹിക്കേണമേ രാമ. ഭജേ വിശേഷ സുന്ദരം സമസ്ത പാപഖണ്ഡനം സ്വഭക്ത ചിത്തരഞ്ജനം സദൈവ രാമമദ്വയം ജടാകലാപശോഭിതം സമസ്ത പാപനാശകം സ്വഭക്തിഭീതി ഭഞ്ജനം ഭജേഹ രാമമദ്വയം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. മംഗളം രാമചന്ദ്രായ മഹനീയ ഗുണാബ്ധയേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം. മംഗളം സത്യപാലായ ധർമ്മസംസ്ഥിതി ഹേതവേ സീതാമനോഭിരാമായ രാമചന്ദ്രായ മംഗളം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം.